ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Okay. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ പാഷൻ കണ്ടെത്താൻ കുറെ താമസിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ എന്നെ പ്രസംഗ മത്സരത്തിന് ചേർത്തുമായിരുന്നു. 2ലും 3ലും പഠിക്കുമ്പോൾ. പക്ഷെ ഞാൻ വരച്ചോണ്ട് തന്നെ അത് ചെയ്യാ. പക്ഷെ ഈ 35 വയസ്സായപ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് കുറച്ചെങ്കിലും തോന്നി തുടങ്ങിയത്. അത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആ ഒരു പാഷൻ കണ്ടെത്തി കൊടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി പറയുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. പാഷൻ കണ്ടെത്താൻ വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ കണ്ടെത്തേണ്ടത് നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലാവുണ്ട്? നമ്മൾ റെസ്പോൺസിബിൾ, നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി നമ്മൾ റെസ്പോൺസിബിൾ. നമുക്ക് എന്താണ് ഇഷ്ടം, ചെയ്യാൻ ഇഷ്ടം, ഒരുപാട് ടൈം പോലും നമ്മൾ അറിയാത്തതിനാണ് നമ്മൾ പാഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മളാണ് കണ്ടെത്തേണ്ടത്. ആ പാഷൻ ഒന്നും മനസ്സിലാക്കുക. പാഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ടീച്ചർ ചിലപ്പോൾ 2ാം ക്ലാസ്സിൽ നിങ്ങളോട് പാഷൻ്റെ കാര്യം പറഞ്ഞ്, പ്രസംഗിക്കാനുള്ള കാര്യം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ അന്ന് മുതൽ പ്രസംഗിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പാഷൻ ചിലപ്പോൾ പോകണം, അതെന്നെ തുടരുന്നില്ല. പാഷൻ മാറും. നമ്മൾ ജീവിതത്തിൽ നമ്മളെ പ്രായത്തിനനുസരിച്ചിട്ട്, നമ്മളെ ഓരോരോ സാഹചര്യങ്ങളനുസരിച്ചിട്ട്, ചിലപ്പോൾ ഒരു ഉദാഹരണം കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷം, മക്കളായതിനു ശേഷം, അപ്പോൾ പാഷൻസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പാഷൻ മാറും. അപ്പം ഒരുപാട് സാഹചര്യങ്ങളുടെ പാഷൻ മാറാൻ അത് ഒരു ഭാഗത്തേക്ക് വെക്കാം. പാഷൻ കണ്ടെത്തേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. ചിലർ ജീവിതകാലം മുഴുവൻ ഇരുന്നാലും അവർക്ക് അറിയില്ല എന്താണ് അവർ ജീവിച്ചതെന്നുള്ള അറിയില്ല, അതായത് പർപ്പസ് അറിയില്ല. രണ്ടാമത്തെ അവർ എന്താണ് അവർക്ക് ഇഷ്ടം ഉണ്ടായെന്നുള്ള പോലും അറിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അതായത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ പാഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്ന നിങ്ങൾ ടീച്ചേഴ്സാണ്. ഓക്കെ, അധ്യാപകന്മാർ, അത് കോച്ചാവാം, അല്ലെങ്കിൽ മെൻറ്ററാവാം, ടീച്ചറാവാം, പ്രൊഫസറാവാം, ലെക്ചറാവാം, ആരായാലും വേണ്ടില്ല. അവർക്ക് കണ്ടെത്തിയിട്ട് പറയാം, മോളെ എനിക്ക് ഈ ഒരു കഴിവുണ്ട്, ഈ ഒരു കഴിവിനെ നീ വളർത്തിയെടുക്കുന്ന പറയാൻ ഒരു അധ്യാപകന് പറ്റും. ഓക്കെ, കാരണം ചിലപ്പോൾ ആ കുട്ടി പഠിക്കുന്നത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടിക്ക് വേറെ കഴിവുണ്ടുള്ളത് തിരിച്ചറിയണത് ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒരു സ്ട്രീറ്റിൽ ഒരു കുട്ടി ഭയങ്കര തല്ലുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര അടിയോട് അടി. ഇത് അമേരിക്കയിലോട്ടോ. ഭയങ്കര അടി ഉണ്ടാക്കുന്നുണ്ട്. ഈ അടിക്കണ കുട്ടീനെ ഒരാൾ കണ്ടിട്ട് പറയാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ജിമ്മിലേക്ക് കൊണ്ടുപോകണം. ജിമ്മിലേക്ക് കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ ബോക്സിങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ഓൾറെഡി ഒരു ടാലൻ്റ് ഉണ്ട്, കാരണം സ്ട്രീറ്റിൽ അടിച്ച ടാലൻ്റ് ഉണ്ട്. നിൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് അതിനെ പാഷനാക്കി. ആ വ്യക്തിയാണ് മൈക്ക് ടൈസൺ എന്ന് ലോകം അറിയപ്പെടുന്ന ബോക്സിംഗ് ചാമ്പ്യൻ. ഒരു ടീച്ചറാണ് കണ്ടുപിടിച്ചത്. അതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ ഒരു കുട്ടി ഭയങ്കര വികൃതിയായിട്ടുള്ള കുട്ടിയാണ്. ഭയങ്കര തല്ലും പിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പം ടീച്ചേഴ്സും PTA-യും എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടും അവർക്ക് ഈ കുട്ടീനെ ഇത് ചെയ്യാൻ പറ്റില്ല. കുട്ടി ഭയങ്കര ഒരു ഹൈപ്പറാണ്. അത് കൂടാതെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടിയാണ്. അങ്ങനെ അതിൽ PTA-യിലെ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ PTA-ൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഇവനെ കൊണ്ടുപോകണം, ഞാൻ ഇവനെ ശരിയാക്കി തരാം. ഈ PTA-ൻ്റെ പ്രസിഡന്റ് ഒരു മാർഷൽ ആർട്ട് ഇൻസ്ട്രക്ടറും കൂടെയാണ്, ഒരു ടീച്ചറാണ്, ഒരു മാർഷൽ ആർട്സ് കരാട്ടെ ആയിരിക്കാം. ഓക്കെ, ആ ടീച്ചറാണ്. ആ ടീച്ചർ ഈ വ്യക്തിനെ കൊണ്ടുപോയിട്ട് കരാട്ടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി നന്നായി. മനസ്സിലാവുണ്ടോ? ഈ കുട്ടി നന്നായി. ഈ വ്യക്തി, എൻ്റെ പേര് തദാഷി യമാഷിത ആണ് അയാളുടെ പേര്. തദാഷി യമാഷിത. ഞാനൊക്കെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ച വ്യക്തിയാണ്, എൻ്റെ ടീച്ചറത്. അപ്പോൾ ഇയാൾ ഒരുപാട് ബുക്സ് എഴുതിയ വ്യക്തിയാണ്. മാർഷൽ ആർട്സ്, എസ്പെഷ്യലി കോബുഡോ എന്ന് പറഞ്ഞ ഒരു മാർഷൽ ആർട്ട് ഉണ്ട്. കരാട്ടയല്ല, കോബുഡോ, ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർഷൽ ആർട്ട്. അത് പഠിപ്പിക്കുന്ന ഒരു വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഫിലിം ആക്ഷൻ കൂടെയാണ് ഈ വ്യക്തി. ഇത് എങ്ങനെയാണ് ഒരു ടീച്ചറെ കണ്ടെത്തിയത്? മനസ്സിലാവണ്ട? അതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ടീച്ചറിങ് പറയും, മോളെ നിനക്ക് പാട്ട് പാടാൻ നല്ല സ്വരം ഉണ്ടല്ലോ, നിനക്ക് ഒന്ന് വേറെ ഏതെങ്കിലും കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അത് ചെയ്തുകൂടെ, സാധനമൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടെത്തുക, രണ്ടാമത്തെ നമ്മൾ അധ്യാപകന്മാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ കണ്ടെത്തുക. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കത് കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പം അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലാണ് ഈ പ്രശ്നം വരില്ല.
നമുക്ക് നമ്മളിങ്ങനെ ഇതിനെയാണ് നമ്മൾ സ്ലീപ്പേഴ്സ് എന്നും വാണ്ടറേഴ്സ് എന്നും പറയാം. വാണ്ടറേഴ്സ് എന്ന് വെച്ചിട്ടുള്ള ഒരു തരം ഗ്രൂപ്പുണ്ട്. അവർക്ക് എന്താണെന്നുള്ള അറിയില്ല. അവരിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ചിലപ്പോൾ കഴിവുണ്ടാവും, പക്ഷെ അവർക്ക് ആ കഴിവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു പേപ്പർ ബോട്ടിനെ പോലെ അവർ കാറ്റടിക്കും, അങ്ങോട്ടും പോകും, കാറ്റടിക്കും ഇങ്ങോട്ടും പോകും, പക്ഷെ അവരുടേതായ ഒരു കൺട്രോൾ അവരെത്തില്ല, ലീഡർഷിപ്പ് ഇല്ല. മനസ്സിലാവണ്ട? അപ്പം പാഷൻ കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. പാഷൻ ഫോളോ ചെയ്യണോ വേണ്ടെന്നുള്ള വേറെ കാര്യം. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പാഷൻ ഫോളോ ചെയ്യണോ വേണ്ടെന്നുള്ള വേറെ കാര്യം, പക്ഷേ പാഷൻ കണ്ടെത്താന്നുള്ളത് അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, പക്ഷേ പാഷന് മാറിക്കൊണ്ടിരിക്കും. പാഷനേക്കാളും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മളെ പേർപ്പസിനാണ്. ആ പാഷൻ നിങ്ങളെ പേർപ്പസിനോട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പാഷൻ ഫോളോ ചെയ്തിട്ട് അത് കാര്യമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, പാഷൻ ഫോളോ ഉണ്ട്, പക്ഷേ ആ പാഷന് യാതൊരു കണക്ഷൻ ഇല്ല, പേർപ്പസിനോട് യാതൊരു കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ പാഷൻ ഫോളോ ചെയ്യാതിരിക്കാൻ നല്ലത്, ഏറ്റവും നല്ലത്. ഓക്കെ, ഡിഡ് ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻ? Yes, thank you, Sensei. Thank you.